എല്ലാവരും പറയാറുണ്ട് ഫസ്റ്റ് ജോബ് ഈസ് ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഉണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് ജോബിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഡെപ്തിലായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ പഠിച്ചെന്നുള്ളത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് 2025 ഡെഡാന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ അഫ്താബിൻ്റെ ഒരു ടേക്ക് എന്താണ്? പെർഫോമൻസ് മാർക്കറ്റിംഗിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൂൾസ് സജഷൻസ് ഉണ്ടോ? നമുക്കൊരു 3 ടൂൾ പറയാം. ലാസ്റ്റത്തത് കുറച്ചൊരു ഗ്രോത്ത് ഹാക്കിംഗ് ഒരു സീക്രട്ട് ടൂളാണ്. ഇനി എൻ്റെ 3 ഫേവറേറ്റ് ടൂൾസ് ഞാൻ പറയാം. ഒരു മാർക്കറ്റർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സ്വന്തം ഇൻഡ്യൂഷനിലൂടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ടെക് ട്രാവലിറ്റ് സുജിത് ഭക്തനും അതേപോലെ ഇബാദ് റഹ്മാനും കമ്പൈൻ ചെയ്തിട്ട് കൊച്ചിയിലൊരു വർക്ക്ഷോപ്പ് പങ്കെടുത്തു. അതാണ് എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊരു ഫസ്റ്റ് ഒരു നോളജ് സ്പാർക്ക് തരുന്ന ഏരിയ. അത് എൻ്റെ ആദ്യത്തെ സാലറി 9,000 രൂപയാണ്. 9,000 രൂപയാണ്. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ 11,000 രൂപയാണ് എൻ്റെ സാലറി. വി ഓൾ ലേൺ ഫ്രം ദി മിസ്റ്റേക്സ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തികഞ്ഞു വരുന്ന ആൾക്കാരല്ല. സ്റ്റിൽ വി ഡു ലോട്ട്സ് ഓഫ് മിസ്റ്റേക്സ്. എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫെയിൽ ആവും എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യരുത്, നെവർ സ്റ്റോപ്പ്. സോ വെൽക്കം ടു ഡോട്ട് ഇൻസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻസ് ഒന്നും തരണ്ട, ഡോട്ടിൻ്റെ കൂടെ ഏകദേശം ഒരു 2 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് ഡോട്ടിൻ്റെ സീനിയർ ഗസ്റ്റ് മെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല, മെൻറ്ററാണ്. പ്ലസ് ഡോട്ടിനിൻ്റെ പല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ക്യാമ്പയിനുകൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഡോട്ടിൻ ഡിജിറ്റൽ അക്കാദമിയുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റും കൂടിയാണ് മിസ്റ്റർ അഫ്താബ് റഹ്മാൻ. ഓൾസോ ഈസ് എ ഗ്രോത്ത് മാനേജർ ഓഫ് ടീം ഇൻട്രാവൽ. അപ്പോൾ അഫ്താബിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഫോർമലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് ടോപ്പിക്സുകൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സുകളുണ്ട്. എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവറി മന്ത് അല്ലെങ്കിൽ എവറി ഇയർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ 2025 നമ്മൾ എന്തൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സുകൾ, അത് ടൂൾസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും. അഫ്താബിൻ്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം, ഓൾസോ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യത്തെ ചോദ്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2025 കടക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാത്ത് വേ എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പഠിക്കാം എന്നൊരാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അഫ്താബ് എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ആൻസർ പറയുന്നുണ്ടാവും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രാൻഡിൻ്റെ ആംഗിളിൽ പെർസ്പെക്റ്റീവിൽ പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നന്നാവുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു ചാനൽ മാത്രമാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫീൽഡ് മാർക്കറ്റിംഗ് ഉണ്ട്, അതല്ല നോർമൽ നമ്മുടെ ഓൾഡ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ന്യൂ ട്രെൻഡ്സ് മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് എൻട്രി ചെയ്യുന്ന ആളുകൾ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും ഈസി ആക്കണം, ടൂൾസുകൾ മനസ്സിലാക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. ഇത് അവർക്കൊരു ബ്രാൻഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഈസി ആയിരിക്കും എന്നുള്ളതാണ് 2025 നല്ല ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് എപ്പോൾ എൻ്റർ ആവുകയാണെങ്കിലും അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇനി ഈ ഒരു ഫ്യൂച്ചറിലേക്ക് കാണുകയാണെങ്കിൽ നമുക്കറിയാം AI വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അത് പെർഫോമൻസ് മാർക്കറ്റിംഗ് നമുക്ക് പറയാം, SEO നമുക്ക് പറയാം, സോഷ്യൽ മീഡിയ നമുക്ക് പറയാം, കോണ്ടന്റ് നമുക്ക് പറയാം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമുക്ക് പറയാം. ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അണ്ടറിൽ വരുന്ന ഒരു കൊടക്കയിൽ വരുന്ന ഒരു ഇതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു AI-നെ ഈ ഓരോ മേഖലയിൽ എങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ അപ്സ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നമുക്ക് നോളേജ് ഉണ്ടാക്കി കഴിയുന്നതാണ് ഈ ഒരു 2025 അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇറ ചേഞ്ച് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നത്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ടി ഷേപ്ഡ് മാർക്കറ്റർ ആവാം എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, എല്ലാ ഏരിയാസും പഠിക്കുക. നമുക്ക് പറ്റിയ ഒരു ഏരിയ ഉണ്ടാവും, മേ ബി SEO ആയിരിക്കാം, അല്ലെങ്കിൽ SMM ആയിരിക്കാം, ചിലപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ അഫ്താബ് പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ആക്ച്വലി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരാളടുത്ത് മാർക്കറ്റിംഗ് എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് അതല്ല ആക്ച്വലി നമ്മൾ പൊതുവെ പഠിച്ചു വരുന്നൊരു മെത്തേഡല്ല.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് ഇറക്കാണ്. അത് കുറേ പ്രൊഡക്ഷൻ ചെയ്ത് അത് കുറേ പാക്ക് ചെയ്ത് നമ്മൾ കുറേ ഗോഡൗണിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല അല്ലേ. അത് കുറച്ചധികം ആൾക്കാർ അറിയണം. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ നോട്ടീസ് അടിച്ചും അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്തും വലിയ വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒബ്വിയസ്ലി ആളുകൾ കൂടുതൽ ഡിജിറ്റൽ സ്പേസിലോട്ട് വന്നുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ബിസിനസ്സുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ കൺസെപ്റ്റുകളുണ്ട്. എക്സാക്ട്ലി. ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കൂടുതലും. പക്ഷെ അവിടെ ഞാനൊന്നൊരു ക്രോസ് ചെയ്യും. ഇപ്പം എല്ലാവരും പറയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ മാത്രം നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലപ്പോൾ ഞാൻ പറയും അതിനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ക്രോസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഒരു ബ്രാൻഡ് റീകോൾ ലിഫ്റ്റ് അതല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ റിമെമ്പർ ചെയ്യാൻ ആളുകൾക്ക് തോന്നണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാത്രം എന്ത് ചെയ്യാൻ പോരാ, ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പോരാ. ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ് നമ്മുടെ ഔട്ട് സൈഡിലുള്ള നമുക്ക് ബിൽ ബോർഡ് ചിലപ്പോൾ വേണ്ടി. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സമയത്ത് ഒരു കാറിൽ പോയ സമയത്ത് ഒരു ബസ് സ്റ്റാൻഡിന് മുകളിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ പരസ്യം കണ്ടു. നമ്മൾ അതേ പരസ്യം തന്നെ നമ്മൾ അന്ന് മൂവിക്ക് പോയപ്പോഴും കണ്ടു, റൈറ്റ്? അപ്പോൾ ഇതാ ബ്രാൻഡല്ലേ. പിന്നെ അവരുടെ ആഡ് ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോഴാണ് യെസ് ഇതാ ബ്രാൻഡാണ്. ഇനി ഞാൻ ആ ബ്രാൻഡ് മറക്കില്ല. ദിസ് ഇസ് ബ്രാൻഡ് റീകോൾ ലിഫ്റ്റ്. ഈ ബ്രാൻഡ് റീകോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ മൈൻഡിലേക്കും ഒരു ബ്രാൻഡിനെ ഇൻജക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റ്സ്, ഒരു മാർക്കറ്റിംഗ് ആംഗിൾ അതിന് പറയാം, മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റ്സ് ഒരാളുകളിലേക്ക് എത്തണം എന്നുള്ള. ഈ മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റ്സ് അത് ഡിജിറ്റലി വേണം, ഫിസിക്കലി വേണം, അതർ മീഡിയാസ് എന്തൊക്കെയുണ്ടോ അതിലൂടെ ഇൻജക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ബ്രാൻഡിന് നമുക്ക് മെമ്മറിയിൽ നിൽക്കുള്ളൂ എന്നുള്ളതാണ്. സോ ഒരു മാർക്കറ്റിംഗ് എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബ്രാൻഡിനെ ഒരു ഹ്യൂജ് സ്കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാം ഒരു 360 ആംഗിളിലും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ബ്രാൻഡിനെ കാണുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറയാം. ആക്ച്വലി പൊസിഷനിങ് കൊണ്ടുള്ള ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലൈക്ക് നമ്മൾ പത്രത്തിൽ കാണുന്നു, ആ സെയിം ബ്രാൻഡ് തന്നെ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്നു, സെയിം ബ്രാൻഡ് തന്നെ നമ്മൾ കട്ടൗട്ടുകളായിട്ട് കാണുന്നു, സെയിം ബ്രാൻഡ് തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് അല്ലെങ്കിൽ ആഡുകളായിട്ട് കാണുമ്പോൾ ഈ ബ്രാൻഡിനെ മറ്റുള്ള നോർമലി ഡിജിറ്റലി മാത്രം ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു പൊസിഷനിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ആളുകൾക്ക് കുറച്ചും കൂടി റീകോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആ ബ്രാൻഡിനെ കുറച്ചും കൂടി എന്താ പറയുക എൻഹാൻസ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഒബ്വിയസ്ലി അത് മാർക്കറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു പാത്ത് വേ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2025 കടന്നു വരുന്ന ആളുകൾക്ക് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും അവർ റിസർച്ച് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളതും കൂടിയാണ്. ഞാൻ പറയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ എ സിംഗിൾ ടൂൾ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ടി ഷേപ്പ് മാർക്കറ്റിംഗ്. എല്ലാ ഏരിയാസിലും നമ്മൾ കവർ ചെയ്തിട്ട് എല്ലാ ഏരിയാസിൻ്റെ ബേസ് മനസ്സിലാക്കിയിട്ട് ഒരൊറ്റ ഏരിയയിലേക്ക്, ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്, SEO ആണ് SEO, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെപ്തിൽ അപ്സ്കില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ്. ഞാനത് ഇനിയൊരു ഫ്യൂച്ചറിൽ ആരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നത് അവരോട് നമുക്ക് ഈസിലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയാണ്. ബട്ട് എനിക്കറിയാം ഹൗ ഗൂഗിൾ ആഡ്സ് വർക്ക്, ഹൗ SEO വർക്ക്സ്, ഹൗ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വർക്ക്സ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെല്ലാം കൂടിയും എങ്ങനെ ഒരു ബ്രാൻഡിനെ ഹെൽപ്ഫുൾ ആക്കാം എന്നുള്ളത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിലും എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ച് അവെയർ ആവുകയും എന്നിട്ട് ഒരു സിംഗിൾ ചാനലിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുകയും ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 7 years ആയി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ. സ്തബും ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു കരിയർ പാത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാം. കാരണം പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു 6 മാസത്തിനുള്ളിൽ നമ്മൾ ജോലിക്ക് കയറി 6 മാസത്തിന് ശേഷം ടീം ലീഡ് ആവുക, അത് കഴിഞ്ഞ് പെട്ടെന്ന് മാനേജർ ആവുക, പെട്ടെന്ന് കുറേ പൈസ ഉണ്ടാക്കുക. ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒബ്വിയസ്ലി ഇപ്പം ഞാനൊരു അക്കാദമി നടത്തുന്ന ഒരാളാണ്, എന്നാൽ കൂടി ഞാൻ പറയും ദാറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഫ്താബിൻ്റെ കരിയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അഫ്താബ് ഇപ്പോൾ ഒരു കമ്പനിയുടെ, അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ലീഡിങ് ആയിട്ടുള്ള ഒരു എഡ്യൂടെക് സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രോത്ത് മാനേജറാണ്. സോ ഹൗ വാസ് ദ ജേണി? ഓക്കെ, സോ ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
10th കഴിഞ്ഞു. VHSC ആണ് പഠിച്ചത്. VHSC കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അവിടെ ഞാൻ ടെക്കിലായിരുന്നു വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ട് പോളിടെക്നിക്കാണ് പഠിച്ചത്. പോളിടെക്നിക്കിൽ ഞാൻ അവിടെ ഞാൻ ടെക്കിലാണ്. ഞാൻ അവിടെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു വ്യക്തി തൻ്റെ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫേസിൽ നിന്നും ബോഡിയിൽ നിന്നും ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് ആ റൂമിൻ്റെ ആംബിയൻസ് ചേഞ്ച് ചെയ്യും. ലൈക്ക് ടെമ്പറേച്ചർ, ലൈറ്റിംഗ്, സ്മെല്ല്, അതുപോലെ വേറെ എന്താണ് ഓർഡേഴ്സ് എല്ലാം മാറ്റുന്ന രീതിയിലായിരുന്നു എൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. സോ ഐ വർക്ക്ഡ് വിത്ത് ടെക്കിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ +2 പഠിക്കുമ്പോഴേ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക. അതിൽ വേറെ കോമഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഉപ്പാനെ ഇപ്പോൾ സോപ്പ് ഇട്ടിട്ട് 50,000 രൂപ മേടിച്ചിട്ട് ഒരു ക്യാമറ മേടിച്ചിട്ട് ഇന്നേ വരെ യൂട്യൂബിൽ വീഡിയോ ഇടാത്ത ആളാണ് ഞാൻ. 50,000 ക്യാമറ മേടിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു കോമഡിയാണ്. അത് ഇപ്പോഴും ആ ക്യാമറ നമ്മുടെ അടുത്തുണ്ട്. ഇന്നേ വരെ ഞാനൊരു യൂട്യൂബ് വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. ഐ മീൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ട, അന്നേ ഞാൻ ഡിജിറ്റൽ 2000 ഐ തിങ്ക് ഇറ്റ്സ് ഓൺ 2017-18 ആ കാലഘട്ടത്തിലാണ് ആ സംഭവം. അപ്പം അന്നേ ഞാൻ ഈ ഡിജിറ്റലി എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ 10ാം ക്ലാസ് മുതലേ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മൂഡിലേക്ക് പോയിട്ടുണ്ട്. അന്നൊക്കെ ഫസ്റ്റ് കണ്ട യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ മധു ഭാസ്കരൻ, അതേപോലെ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കറാണ് അദ്ദേഹം. അതേപോലെ ഇബാദ് റഹ്മാൻ്റെ യൂട്യൂബ് ചാനലൊക്കെ. ഇബാദ് റഹ്മാൻ ആയിരുന്നു ഒരു ക്വാളിറ്റി കണ്ടന്റ് എന്നുള്ള ഒരു സാധനം ഡെലിവറി ചെയ്ത് തുടങ്ങിയ അന്നത്തെ കാലം. അത്രയും ഹൈ ക്വാളിറ്റിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോണ്ടന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ എന്ത് ചെയ്തു, +2 പഠിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിയിലേക്ക് വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക് ട്രാവലിയിട്ട് സുജിത് ഭക്തനും അതേപോലെ ഇബാദ് റഹ്മാനും കമ്പൈൻ ചെയ്തിട്ട് കൊച്ചിയിലൊരു വർക്ക്ഷോപ്പ് പങ്കെടുത്തു. അതാണ് എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊരു ഫസ്റ്റ് ഒരു നോളജ് സ്പാർക്ക് തരുന്ന ഏരിയ അതായിരുന്നു. അന്ന് മുതൽ ഞാൻ കോളേജിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്ന വർക്കുകൾ എടുത്തിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്ന വർക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, പേജ് മാനേജിങ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു ബേസ് സ്പാർക്കുകൾ. പിന്നെ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഒരു കമ്പനി ഇൻറ്റേൺഷിപ്പ് കിട്ടി. മോർഫസ് എന്ന് പറഞ്ഞുള്ള കൊണ്ടോട്ടി കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടും. അവിടെ നിന്നാണ് ഞാൻ എല്ലാവരും പറയുന്നത് ഫസ്റ്റ് ജോബ് ഈസ് ദ ബെസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഉണ്ട്. എൻ്റെ ഒരു ഫസ്റ്റ് ജോബിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഡെപ്തിലായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ പഠിച്ചെന്നുള്ളത്. അതിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചാൽ ന്യൂറോ മാർക്കറ്റിംഗ്, ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് ഒരു ക്യാമ്പയിന് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ക്യാമ്പയിൻ്റെ സെക്കൻഡ്സ് കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട് അതിൻ്റെ വേവിന് മോഡുലേഷൻ വരുന്നത് വരെ ഞാൻ ഇൻഡെപ്തിൽ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബേസ് ആയിരുന്നു എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്തൊരു ടെക്നോ പാർക്കിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അവിടെ ഞാനൊരു 6 to 7 months വർക്ക് ചെയ്തു. ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എത്രയായിരുന്നു ആദ്യത്തെ സാലറി എന്നുള്ളത്? എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുകയാണെങ്കിൽ 5,000 rupees ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 years വർക്ക് ചെയ്തു. ആ 1.5 years ആവറേജ് എടുക്കുകയാണെങ്കിൽ 5,000 rupeesന് 1.5 വർഷം വർക്ക് ചെയ്തു. യെസ് യെസ്. ഐ മീൻ 5,000 ഫസ്റ്റത്തെ ഒരു 4 months അല്ലെങ്കിൽ 5 months 2,500. അല്ല, ഞാൻ ക്ലാരിറ്റിയിൽ ചോദിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് ഇത് അറിയണം. ദ ജേർണി വാസ് വെരി ഹാർഡ് എന്നുള്ളത്. ലൈക്ക് നമ്മൾ പഠിച്ചിറങ്ങി അപ്പം തന്നെ 50,000-60,000 മേടിച്ച ആൾക്കാരല്ല എന്നുള്ളത്. അതെ, അത് അന്നത്തെ ഒരു 1.5 years മന്ത്ലി ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 5,000-6,000 എനിക്ക് സാലറി ഉള്ളൂ. അന്ന് അതേപോലെ ഞങ്ങൾക്കൊരു ഫുഡ് കഴിക്കാൻ ഒരു ദിവസം 150 rupees തരുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും ഉച്ചക്ക് ഒരാൾക്ക് ഫുഡ് മേടിച്ചിട്ട് അത് 2 പേരും കഴിക്കും. എന്നിട്ട് ആ ഫണ്ട് എടുത്തിട്ട് എടുക്കുന്ന മോഡലായിരുന്നു. ഞങ്ങൾ ആ ഒരു ഫണ്ടും കൂടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും. പിന്നെ അതേപോലെ ഓഫീസിലായിരുന്നു കടന്നുറങ്ങാറുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുള്ളി ഇൻഡെപ്തിൽ റിസർച്ച് ചെയ്യുന്നൊരു മൂഡിലായിരുന്നു അന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലൊരു ബ്രാൻഡിങ് ഏജൻസിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാലിക്കറ്റ് ഹൈലൈറ്റിൽ ഒരു എടെക് ബ്രാൻഡിൽ ഒരു സ്റ്റാർട്ടപ്പ് ബ്രാൻഡിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ടീം ഇൻ്റർവെല്ലിൽ ഗ്രോത്ത് മാനേജറായിട്ട്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ജേർണി, നോട്ട് എ സിമ്പിൾ ജേർണി അല്ല ഇതൊന്നും. എല്ലാത്തിനും നമുക്ക് ന്യൂ ലേണിങ്സ് ആണ്. ഫസ്റ്റ് ജോബാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായിട്ടുള്ള ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ എൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫസ്റ്റ് ജോബാണ്. അപ്പം ഞാൻ ആരോടും പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ജോബിൽ സാലറി അല്ല നോക്കേണ്ടത്. ഇഫ് യു ഹാവ് എ ഗുഡ് ടീം, അതൊരു ഗുഡ് കമ്പനിയാണോ, ഒരു ഗുഡ് ടീം ലീഡ് ഉണ്ടോ, യു ഷുഡ്, ഇഫ് യു നോട്ട് ഗെറ്റിംഗ് എനി പേ, യു ഷുഡ് ഗോ എന്നുള്ളതാണ്. ലേൺ മാക്സിമം ആൻഡ്
അത് അപ്സ്കിൽ ചെയ്യുക, ആ നോളജ് വെച്ചിട്ട് നെക്സ്റ്റ് ജോബിലേക്ക് ഇഫ് യു വാണ്ട് ഗോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഫസ്റ്റ് ജോബ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് എടുക്കുക എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് എല്ലാവരോടും. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ഒരു ജേണിലോട്ട് വരാം. ഞാൻ ഈ പറഞ്ഞ പോലെ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. എൻ്റെ ജേണി ഭയങ്കര ആൾക്കാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇവനെ ഏതാടാന്ന് ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ അതിന് ശേഷം എടുത്തത് BCom ആണ്. BCom എടുത്ത ശേഷം ഞാനൊരു അക്കൗണ്ടിങ് ജോബിലാണ് കുറച്ച് കാലം. സപ്ലൈ ഉണ്ടായിരുന്നു? സപ്ലൈ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഒരു കോമഡി ഉണ്ട്. ഞാൻ കോളേജിൽ എനിക്ക് 2 സപ്ലൈ ഉണ്ടായിരുന്നു. അതിൽ ഒരു വിഷയം ഞാൻ 5 വട്ടം എഴുതിയിട്ടുണ്ട്. 5 വട്ടം ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊരു തിയറി വിഷയം, നമുക്ക് തിയറി പോവില്ലായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ എനിക്ക് കുറച്ചും കൂടിയും ആപ്റ്റായിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. അതുകൊണ്ട് മാത്തമെറ്റിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പാസ്സായിപ്പോയി. ഭയങ്കര വലിയ മാർക്കൊന്നുമില്ല. ദെൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018-ലാണ്. 2018 ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു. SEO ആയിട്ടാണ് ഞാൻ ഒരു ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അഫ്താബ് പറഞ്ഞ പോലെ എക്സാക്റ്റ് പരിപാടി തന്നെയാണ്. അതായത് ഞാനവിടെ ജൂനിയർ SEO അനലിസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. എനിക്ക് അവിടെ നല്ല എൻ്റെ സീനിയർ ലീഡ് മെമ്പേഴ്സ് തന്നെ നല്ല രീതിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. പഠിപ്പിച്ചു തരാൻ മീൻസ് നമുക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ കൺഫ്യൂഷൻസൊക്കെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇതാക്കാൻ വേണ്ടി പറ്റി. എൻ്റെ ആദ്യത്തെ സാലറി 9,000 രൂപയാണ്. 9,000 രൂപയാണ്. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ 11,000 രൂപയാണ് എൻ്റെ സാലറി വന്നിട്ടുള്ളത്. ഞാൻ ആ സാലറിക്കാണ് 1.5 വർഷം. ഏകദേശം 2018 2019 കാലഘട്ടത്തിൽ 11,000 രൂപയ്ക്കാണ് ഞാൻ 1.5 വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട്. ദെൻ ആഫ്റ്റർ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനന്ന് ലിങ്ക്ഡിനിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. 2018 കേട്ടോ. ഇപ്പോൾ ഉള്ള ലിങ്ക്ഡിൻ ആക്റ്റീവ് അല്ല, 2018 ഭയങ്കര ആക്റ്റീവ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡയറക്റ്റ്ലി ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ വരുന്നു. അപ്പോൾ ഞാൻ മറ്റേ കമ്പനിയിലേക്ക് ജമ്പ് ചെയ്തു. ആ കമ്പനി ഫ്രം 11,000 to 20,000 ആണ് എൻ്റെ സാലറി ഇൻക്രീസ് ആയത്. എന്നെ സംബന്ധിച്ചോളം നല്ല ഇൻക്രീസ് ആയത്. ദെൻ ഇവഞ്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടിയും കാര്യങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് നോക്കുകയും പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ സ്ട്രാറ്റജീസ്, പുതിയ പുതിയ ഇംപ്ലിമെൻറ്റേഷൻസ്, ഇത്തരം കാര്യങ്ങളിൽ വളരെ ഫോക്കസ് ആയിട്ട് ചെയ്തു. ഫ്രം ദ SEO ഗായ് ഐ ടേൺ ടു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഗായ്. അപ്പോൾ ഞാൻ SEO പയ്യെ വിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് ജമ്പ് ചെയ്തു. ദെൻ ആ സോഷ്യൽ മീഡിയ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഗൂഗിൾ ആഡ്സ് അപ്സ്കിൽ ചെയ്തു. അപ്പോൾ ഇത് അപ്സ്കില്ല് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ മാറോടും ചെയ്തോടുകൂടിയിട്ട് എൻ്റെ സാലറി അഗെയിൻ ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. പിന്നെ ഇവഞ്ച്വലി സാലറി നല്ല രീതിയിൽ ഹൈക്കായി. ഫ്രീലാൻസ് വർക്കുകൾ വരുന്നു. അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കൺസൾട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ജേണി. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു 7 വർഷത്തെ ജേണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡായിരുന്നു. ഇറ്റ് വാസ് നോട്ട് വെരി ഈസി. കുറേ ഉറക്കമില്ലാത്ത രാത്രികളും കുറേ ഈ പറഞ്ഞ പോലെ കുറേ അപ്സ്കില്ലിംഗ് ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ പൊസിഷനിലോട്ട് എത്തി നിൽക്കുന്നത്. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഏത് ജോബ് ആയിക്കോട്ടെ, ഏത് ജോബ്. ഇപ്പോൾ നിങ്ങളൊരു വക്കീലാവാൻ പഠിക്കുകയാണെന്ന് വിചാരിക്കുക, അവിടെ എപ്പോഴും സ്കില്ലാണ് മാറ്റർ. ഇത് ഏതൊരു സംഭവത്തിൻ്റെ ബേസിക്കാണ്. അതായത് ഇപ്പോൾ ഒരു വക്കീൽ നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കേസില്ലാത്ത വക്കീൽമാരുണ്ടാവും, ഒരു സിറ്റിങ്ങിന് കോടികളും ലക്ഷങ്ങളും മേടിക്കുന്ന വക്കീൽ. ഇവരെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്? ഇവരുടെ സ്കില്ലിൻ്റെയും ഇവരുടെ സക്സസ് റേറ്റിൻ്റെയും ഇവരുടെ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ബേസിക്സിലാണ്. എല്ലാ പ്രൊഫഷനിലും ഇത് ബാധകമാണ്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ടുള്ള 5-10 ആൾക്കാരെ കണ്ടിട്ട് ഇത് പഠിച്ചാൽ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇതിന് തുനിയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവണം എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാം മൈൻഡ് സെറ്റാണ്. അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും റിസ്കുകളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും ആൾക്കാർ അറിയേണ്ട ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എത്രത്തോളം ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലോട്ട് വരാൻ ഒരാൾ പഠിക്കേണ്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്.
അവിടെ ശരിക്കും ഒരു ബ്രെയിൻ ഗെയിം എന്നാണ് ഞാൻ പറയാം. കോണ്ടന്റും ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കലും ആ ഓഡിയൻസിലേക്ക് എന്ത് കൊടുക്കണം എന്ന് മനസ്സിലാക്കുന്നതാണ് അവിടെ ഭയങ്കര ഒരു ബ്രെയിൻ ഗെയിം വേണം എന്നുള്ളതാണ്. ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ അയാൾക്ക് അറിയണം, നമ്മുടെ ഓഡിയൻസ് ആരാന്ന് അറിയണം, ആ ഓഡിയൻസിലേക്ക് എന്ത് ഡെലിവറി ചെയ്യും എന്നുള്ളത് നമുക്ക് ബേസിക്കലി ഒരു കോണ്ടന്റ് ഡ്രിവൺ കോണ്ടന്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവിലേക്ക് മൈൻഡ് സെറ്റുള്ള ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഈസിലി എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു അനലിറ്റിക്കൽ സ്കില്ലിനേക്കാൾ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കോണ്ടന്റിലേക്ക് ഒരു താല്പര്യമുള്ള ആളുകൾക്കായിരിക്കും ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏറ്റവും സ്യൂട്ടബിൾ ആവാതാണ്. നമുക്കറിയാം ഇൻഫ്ലുവൻസർ ഡെയിലി പുതിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ബേസ് സാധനമാണ് നാനോ, മൈക്രോ, മെഗാ ഇൻഫ്ലുവൻസേഴ്സാണ് ഉള്ളത്. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ, ഇപ്പോൾ ബിഗിനേഴ്സ് സ്മോൾ ഇൻഫ്ലുവൻസേഴ്സിൽ, പിന്നെ അതിന് കുറെ കൂടുതലുള്ളതാണ് മൈക്രോ, പിന്നെ മെഗാ ഇൻഫ്ലുവൻസേഴ്സ്. സോ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണ് എന്നിപ്പോൾ കാർത്തിക് സൂര്യ, അദ്ദേഹം ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ബ്രാൻഡുകളും ചിലപ്പോൾ അദ്ദേഹത്തിന് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു ലേഡി ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കമ്പനിയായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതിന് പ്രോപ്പറായിട്ടൊരു കേസ് സ്റ്റഡി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഒരു ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി എന്നൊരു കമ്പനിയുണ്ട്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു ആരെയാണ് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഫേസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്തപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വന്ന പേരെന്ന് പറയുന്നത് ഷസാമിനെയാണ്. ഷസാം ഈസ് എ ടെക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഇത് ആക്ച്വലി 2 year മുന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ 2 വർഷം മുന്നേ ഞങ്ങൾ ഷസാമിനെ അപ്രോച്ച് ചെയ്യുകയും ഷസാം നമ്മളെ ബ്രാൻഡിനെ എന്താ പറയുക ഇനാഗ്രേഷൻസ് വരികയും ആ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനും കൂടുതൽ ഒരു ബ്രാൻഡ് ഔട്ട്റീച്ചും ഫാൻ ഫോളോയിങ് ആണ് നമ്മളുടെ ഒരു ബ്രാൻഡിന് കിട്ടിയത്. സോ എപ്പോഴും ഒരു ഇൻഫ്ലുവൻസറെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ബ്രാൻഡിൻ്റെ ടോണായിട്ട് എപ്പോഴും റിലേറ്റബിൾ ആയിരിക്കും. ഒരിക്കലും നമ്മളെ ബ്രാൻഡ് ഇപ്പോൾ ഒരു ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ കൊണ്ടുപോയിട്ട് ഫാമിലി വ്ളോഗറിനെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ഇൻഫ്ലുവൻസറിനെ കുറിച്ച് അറിയാൻ വേണം, നമ്മുടെ ബിസിനസ് എന്താന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ. ഇൻഫ്ലുവൻസർ ഓഡിയൻസ് ആരാണെന്നുള്ളതും നമ്മളുടെ ഓഡിയൻസ് ആരാണെന്നുള്ളതും ഇത് സിമിലർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് 2025 ഡെഡാന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ അഫ്താബിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇല്ല, ഒരിക്കലും ഡെഡ് ആവില്ല. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ശരിക്കും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് ഇൻഫ്ലുവൻസർ. ഇപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് UGC കോണ്ടൻസ് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊക്കെ സ്ഥിരം കാണുന്നതാണ് എമ്മ മാറ്റേഴ്സിൻ്റെ ഇപ്പോൾ ഒരു ഹ്യൂജ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇൻഫ്ലുവൻസേഴ്സിന് ബെഡ് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ട് ആ ബെഡ് അവർ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര പെർഫോമൻസ് മാർക്കറ്റിങ്ങിലും ഒരു ബ്രാൻഡിൻ്റെ പൊസിഷനിങ്ങിലും ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു കോണ്ടന്റ് സിസ്റ്റമാണ് ശരിക്കും ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എമ്മ മാറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാൻ മാറ്റേഴ്സ്, അതേപോലെ തന്നെ വേറൊരു ബ്രാൻഡ് കൊണ്ട് ഗോപ്രോ എന്ത് ചെയ്യുന്നത് UGC കോണ്ടൻസിലാണ്, ഇൻഫ്ലുവൻസേഴ്സിന് വെച്ചിട്ടുള്ള UGC കോണ്ടൻസിലാണ് അവരുടെ ക്യാമ്പയിൻസ് ഫുൾ ഇപ്പോൾ കറന്റ് അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിയായ സമയത്ത് ശരിയായ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് UGC ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഇൻഫ്ലുവൻസർ എക്സാക്ട്ലി ഇറ്റ്സ് നെവർ ഗോയിങ് ടു എൻഡ്. അപ്പോൾ ട്രെൻഡുകൾ മാറിയേക്കാം, ഇൻഫ്ലുവൻസറെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ചിലപ്പോൾ ട്രെൻഡുകൾ മാറിയേക്കാം. അപ്പോൾ അത് ഒരിക്കലും ഡെഡ് ആവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അഫ്താബേ, നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന പിള്ളേരുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൂൾസ് സജഷൻസ് ഉണ്ടോ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ? പെർഫോമൻസ് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല, നമുക്കൊരു 3 ടൂൾ പറയാം. അത് ലാസ്റ്റത്തത് കുറച്ചൊരു ഗ്രോത്ത് ഹാക്കിംഗ് ഒരു സീക്രട്ട് ടൂളാണ്. അതിൽ ഒന്ന് നമുക്ക് ഓഡിയൻസ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എക്സ്പ്ലോറർ എന്ന ടൂളുണ്ട്. അതേപോലെ ഒരു ഗ്രോത്ത് ഹാക്കിംഗ് ടൂളാണ് ലീഡ് എൻഫോഴ്സ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. ലീഡ് എൻഫോഴ്സ് എന്താ ചെയ്യുന്നത്? ലീഡ് എൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ ഓഡിയൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതൊരു സീക്രട്ട് ടൂൾ. ഇത് അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരു പോപ്പുലർ ആയൊരു ടൂളല്ല. ഇത് കുറച്ച് പെയ്ഡ് ടൂളാണ്, നോട്ട് എ ഫ്രീ ടൂൾ. ലീഡ് എൻഫോഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പ്സ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിനെ, അതേപോലെ ഫേസ്ബുക്ക് പേജിനെ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്
നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ ഒരുപാട് പേജസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് എന്ത് ചെയ്യും, ഒരു കസ്റ്റം ഓഡിയൻസ് തരും, നമുക്കതിലേക്ക് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. സീക്രട്ട് ഹിഡൻ ടൂൾ. അഫ്താബിൻ്റെ 3 ടൂൾസ് പറഞ്ഞു. ഇനി എൻ്റെ 3 ഫേവറേറ്റ് ടൂൾസ് ഞാൻ പറയാം. ഞാൻ കൂടുതലും ഡാറ്റ ഇതാക്കുന്ന ആളാണ്, ഡാറ്റേനെ കൂടുതൽ ഇതാക്കുന്നത്. അപ്പം എൻ്റെ ഏറ്റവും ഞാൻ ഈ CRO എന്നിട്ടുള്ള കൺസെപ്റ്റ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് 2 ടൂൾ എന്ന് പറയുന്നത്, ഒന്ന് അനലിറ്റിക്സ് ആണ്. ഒബ്വിയസ്ലി നമ്മൾ ഗോൾസ് ആൻഡ് കൺവേർഷൻസും അതേപോലെ തന്നെ യൂസർ ജേണിയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് നമ്മളുടെ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി. കൂടുതലും ഹീറ്റ് മാപ്പും അതേപോലെ തന്നെ ലൈവ് റെക്കോർഡിങ്സും. കാരണം വെച്ചാൽ നമ്മൾ യൂസർ നമ്മളുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഏത് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണ് അവരുടെ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പർച്ചേസിലോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് ആ ഒരു ക്ലാരിറ്റി, ആ ടൂള് ആക്ച്വലി എക്സാക്ട് നെയിമാന്ന് ഞാൻ പറയാം. നമുക്കൊരു ക്ലാരിറ്റി കിട്ടും എന്താണ് നമ്മൾ യൂസർ ചെയ്യുന്നതെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ വെബ്സൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ കളർ അവർ അട്രാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അതുപോലെ ബട്ടണ് അത് അവർക്ക് ആകർഷിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൂളിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതേപോലെയല്ല കുറച്ചൊരു അഡ്വാൻസ്ഡ് ടൂൾ ഉണ്ട്, CDP പ്ലാറ്റ്ഫോംസ് പറയും, കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോംസ്. ഇതെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി എൻ്റെ പേരിൽ ഒരു യൂണീക്ക് ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കും. ഞാൻ ആ ആ കമ്പനിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറി, അപ്പോൾ എൻ്റെ അഫ്താബ് എൻ്റെ പേര് ARN എന്തെങ്കിലും ഒരു കോഡിൽ എൻ്റെ ഒരു യൂണിക് ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കി വെച്ചു. ഞാൻ വെബ്സൈറ്റിൽ കയറി എനിക്ക് അവിടെ ഒരു ടിക്ക് മാർക്ക് ഇടും. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ അവിടെയും ടിക്ക് മാർക്ക് ഇടും. ഞാൻ അവരുടെ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ അവിടെയും ടിക്ക് മാർക്ക്. ദാറ്റ് മീൻസ് ഞാനെന്ന വ്യക്തി എൻ്റെ ഈ കമ്പനിയുടെ 3 പ്ലാറ്റ്ഫോമിൽ കയറി എന്നുള്ളത് എനിക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു അഡ്വാൻസ്ഡ് ടൂളാണ്. CDP പ്ലാറ്റ്ഫോംസ് എന്ന് പറയാം, കസ്റ്റമർ ഡാറ്റ പ്ലാറ്റ്ഫോംസ്. കുറച്ച് എക്സ്പെൻസീവാണ്. ഇതൊരു ഹ്യൂജ് സ്കെയിലിലേക്ക് പോകുന്ന കമ്പനീസിനാണ് അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. ഒരു ബിഗിനർ സ്റ്റാർട്ടപ്പ് ലെവലിൽ ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അതൊരു 2-3 സ്റ്റാർട്ടപ്സ് മാത്രമേ, ബിഗ് സ്റ്റാർട്ടപ്സ് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ അവരുടെ സംസാരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ വിവരമായിരുന്നു. ഓക്കെ, അഫ്താബ് ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യാണ്. അഫ്താബ് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ എനിക്ക് വേണം കുറച്ചും കൂടി ക്ലാരിറ്റി നമ്മുടെ ഓഡിയൻസിന് കൊടുക്കും. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ആസ് എ ഗ്രോത്ത് മാനേജർ, ഈ 5 വർഷത്തിൽ അഫ്താബ് പഠിച്ച ലെസൺസ് ഫ്രം യുവർ കരിയർ. ഒരുപാട് ലെസൺസ് ഉണ്ട്. നമ്മൾ ബിഗിനറിൽ നിന്ന് ആദ്യം പഠിച്ച കാര്യങ്ങളല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത് തന്നെ. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ലേണിങ്സ്. അതിൽ ഒരു മിസ്റ്റേക്സ് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാൻഡിന് 27 ഫേസ്ബുക്ക് പേജസ് ഉണ്ടായിരുന്നു. 27 ഫേസ്ബുക്ക് പേജ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ വരുന്ന സമയത്ത്, വിഷു ആണെന്ന് തോന്നുന്നു, വിഷുവിൻ്റെ സമയത്ത് വേറെ ബ്രാൻഡിൻ്റെ പോസ്റ്റർ കൊണ്ടുപോയിക്കാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ 27 പേജിലാണ് കൊണ്ടുപോയിട്ട് മുടുക്കൻ. നല്ല രസമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഫൗണ്ടർ വിളിച്ചാണ്ട്, അഫ്താബേ സുഖല്ലേ, എവിടെയുള്ളത്? അദ്ദേഹം കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തോട്ടോ. അത് എനിക്ക് ഭയങ്കര രീതിയിൽ, ഐ മീൻ അഫ്താബ് പേജിൽ പോസ്റ്റ് മാറി കിട്ടണോ സംശയമുണ്ട്, ഒന്ന് മാറ്റിക്കളാറ് നോക്കണം. അപ്പോൾ അദ്ദേഹം റഫ് ഒന്നും കിട്ടിയില്ല. എനിക്കത് ഭയങ്കര രീതിയിൽ, അജയ് സാർ എന്ന് പറയും, ഫ്രഷ് മൈൻഡ് ഐഡിയാസ് എന്നാണ് അതൊക്കെ ഇതിൻ്റെ പേര്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര റെസ്പെക്ട്. നമ്മുടെ ഹഡിൽ ഗ്ലോബൽ ഉണ്ട്, ഹഡിൽ ഗ്ലോബലിൻ്റെ മാർക്കറ്റിംഗ് മാഡ്നസ് ഏരിയ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. റെസ്പെക്ട് വെച്ച് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ആ ഒരു കൂൾ ലെവലിലായിരുന്നു അന്ന് ഹാൻഡിൽ. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ജൂനിയർ ആവട്ടെ ഇതാവട്ടെ, ഒരു എന്ത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഹാഷ് ആവാണ്ട് സ്മൂത്ത്ലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം എന്നോട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്കൊരു ഭയങ്കര ഒരു അദ്ദേഹത്തുള്ള റെസ്പെക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എനിക്കത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാനത് എപ്പോഴും റിമൈൻഡ് ചെയ്യും. ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യും ആ ഒരു കാര്യം. സോ ദാറ്റ്സ് ഒരു ബിഗ്ഗസ്റ്റ് ലെസൺ. ഒരു മിസ്റ്റേക്കിൽ നിന്ന് എനിക്കൊരു ലെസൺ കിട്ടിയതായിരുന്നു. പിന്നെ ഒരു ലെസൺ നിങ്ങൾക്ക് പറയാനുണ്ടാവുക, ഡാറ്റയെ നമുക്ക് ചെയ്യേണ്ട രീതി, അനലൈസ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമെന്നല്ല. എല്ലാ ഡാറ്റയും ചിലപ്പോൾ നമുക്ക് ഒരേ സമയത്ത് വേണ്ടി വരില്ല. സോ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ സമയത്ത് അതിനാവശ്യമുള്ള ഡാറ്റകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള. ദർ വിൽ ബി, ഐ മീൻ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഇതിൽ റിപ്പോർട്ട്സ് നോക്കുകയാണെങ്കിൽ ദർ വിൽ ഓൾമോസ്റ്റ് 300+ ഡാറ്റാസ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ക്രിയേറ്റീവാണ് പെർഫോമൻസ് നോക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെട്രിക്സ് മാത്രം നോക്കുക, അല്ലാണ്ട് വേറെ മെട്രിക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലെസൺസ് പറയാനുള്ളത്. ഇപ്പം എൻ്റെ ഒരു കരിയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്താണ്. അതായത് വി ഓൾ ലേൺ ഫ്രം ദി മിസ്റ്റേക്സ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തികഞ്ഞു വരുന്ന ആൾക്കാരല്ല. സ്റ്റിൽ വി ഡു ലോട്ട്സ് ഓഫ് മിസ്റ്റേക്സ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ട്രാവലിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഹറിയായിട്ട് എൻ്റെ ഒബ്ജക്റ്റീവ് മാറിപ്പോയി. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഓട്ടത്തിലായതുകൊണ്ട് തന്നെ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകത വെച്ചാൽ നമ്മൾ 1 hour കൂടുമ്പോൾ ഇത് ചെക്ക് ചെയ്യും. എന്താണ് ഒരു സേഫസ്റ്റ് റിസൾട്ട് വരുമ്പോഴാണ് പിന്നെ നമ്മൾ അതിനെ വിടുക. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവും ഒബ്ജക്റ്റീവ് മാറിപ്പോയിട്ടുണ്ട്. ദെൻ ഐ ചേഞ്ച് ദ ഒബ്ജക്റ്റീവ് ഇൻ ടു വാട്സപ്പ് ക്യാമ്പയിൻ. സോ ഒബ്വിയസ്ലി റിസൾട്ട് വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ നമ്മളത് ഇതാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോഴും മിസ്റ്റേക്സിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മിസ്റ്റേക്സുകളെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫെയിലിയറിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനൊക്കെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇതാണ്. റിസ്ക് എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സംഭവം ഞാൻ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ GPT-യുടെ പിന്നാലെയാണ്. AI ടൂള് യൂസ് ചെയ്യണം, അതിൽ യാതൊരു സംശയമില്ല. AI ഫ്യൂച്ചറാണ്. പക്ഷെ നമ്മളൊരു മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് GPT അപ്രോച്ച് ചെയ്യാതെ നമ്മൾ സ്വയം ഒന്ന് ഇരുന്ന് റിസർച്ച് ചെയ്യുക. അതെ, നമ്മളുടെ ബ്രെയിൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം GPT യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നത്തെ ബിഗ്ഗസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് അഫ്താബ് പറഞ്ഞ പോലെ ഡാറ്റയെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു മാർക്കറ്റർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സ്വന്തം ഇൻഡ്യൂഷനിലൂടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ഒബ്വിയസ്ലി വി ഹാവ് സ്ട്രാറ്റജീസ്, വി ഹാവ് ക്രിയേറ്റീവ് തിങ്കിങ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റഡി ചെയ്യുക, അതിൽ നിന്നുള്ള ഔട്ട്കം സ്റ്റഡി ചെയ്യുക, പ്രീവിയസ് കേസ് സ്റ്റഡീസ് സ്റ്റഡി ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു വലിയൊരു ലെസണാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിത് എന്ന് ഈ ലേണിങ് നിർത്തുന്നോ അന്ന് നമ്മളുടെ ഒരു ഫ്യൂവല് നിൽക്കും എന്നുള്ളതാണ്. സോ അഫ്താബ് നേരത്തെ പറഞ്ഞ പോലെ ഓൾവേസ് ലേൺ എന്നുള്ളതാണ്. അപ്പോൾ ദർ ഇസ് എ നോ തിങ് കോൾഡ് എക്സ്പേർട്സ്. നമ്മളെല്ലാവരും എന്താണ്, ലേണേഴ്സാണ്. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് കൂടുതലും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് മിസ്റ്റേക്സുകൾ വരുത്തി പല ആളുകളുടെ ആട്ട് കേട്ട് ഒക്കെ തന്നെയാണ് ഇതിലോട്ട് വരുന്നത്. അതല്ലാതെ ഈ സോ കോൾഡ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തില്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വരമോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ജോലിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ട്രൂത്ത് മനസ്സിലാക്കുക. പല റീലുകളും കണ്ട് ഈ പറഞ്ഞ പോലെ എന്താണ്ടിരിക്കുക, അതായത് റിയൽ വേഴ്സസ് റിയാലിറ്റി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ്, ചിലപ്പോൾ 100-ൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കാം. അപ്പം എന്ന് വെച്ചിട്ട് അതിൽ ഡിപ്രസ്ഡ് ആവാതെ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു കരിയർ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കരിയറിൽ ഒരു ഗോളും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കരിയറിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത് ഞാൻ രണ്ടാമതൊരു കമ്പനിയിലോട്ട് ജമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇറ്റ് ടുക്ക് സം ടൈം ടു ഗെറ്റ് ബിഗർ ക്ലാരിറ്റി. അതെ, നല്ലൊരു ക്ലാരിറ്റി കിട്ടാൻ സമയമെടുക്കും. ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് കിട്ടും, ചില ആൾക്കാർക്ക് അത് സമയം എടുക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും ഈ ഏരിയയിലാണ് എനിക്ക് ഇത് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 1.5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഗെയിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള എൻ്റെ ഒരു കരിയർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതെൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻസ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ വർക്ക് പ്രഷറുകൾ ഉണ്ടാവാം.
അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളെ കരിയർ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സ്ലോ പേസ് ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു കരിയർ ഗോൾ സെറ്റ് ചെയ്യുക, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലേൺ ചെയ്യുക, അഫ്താബ് പറഞ്ഞ പോലെ ലേൺ ചെയ്യുക, അൺലേൺ ചെയ്യുക, റീലേൺ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങൾ. എൻ്റെ ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഇതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ലെസൺസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പല ആളുകളും ചിലപ്പോൾ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ വരും. അപ്പോൾ നമ്മൾ നമ്മളുടെ വർക്കിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ആ മാനിപ്പുലേഷനിലോ അല്ലെങ്കിൽ ആ ഡിമോട്ടിവേഷനിലോ വീണു പോകരുത്. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല സറൗണ്ടിങ്സ് ഉണ്ടാവും, നല്ല ടീംമേറ്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്വയം കരുതുക, ഇതാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിൽ കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ലെസൺസിൽ വരുന്നൊരു കാര്യം. അതിൽ ആ GPT കേസ് പറഞ്ഞതിൽ എനിക്കൊന്നുകൂടി ആഡ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിലിരുന്ന സമയത്ത് അവൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത ഒരുപാട് അവൻ ഡെവലപ്പറാണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് കോഡുകൾ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ഇവർ ഡെവലപ്പ് ചെയ്ത സാധനത്തിന് റീഡ് ചെയ്തത് ഇതെന്താണെന്ന് പറയാൻ പറഞ്ഞു. അവൻ ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ്. ബേസിക്കലി അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ GPT എടുത്തിട്ട് കോപ്പി പേസ്റ്റ് എടുത്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രോബ്ലം വന്നാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ GPT എടുത്തിട്ട് തന്നെ പ്രോബ്ലം എടുത്ത് പിന്നെ സോൾവ്. ബട്ട് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഫർദർ ഡെവലപ്മെന്റ് ഇവർക്ക് ചെയ്യാൻ പറ്റിക്കോളാം എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ AI ആവട്ടെ എന്താവട്ടെ, ഇങ്ങനത്തെ ടൂളുകൾ വരുമ്പോൾ അതിന് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യല്ല വേണ്ടത്. നമ്മളുടെ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ കോൺസെപ്റ്റിൽ നിന്ന്, ഐ മീൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ഞാൻ ഡെവലപ്മെൻ്റ് ആവട്ടെ, ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ കോൺസെപ്റ്റിലേക്ക് എങ്ങനെ നമ്മൾക്ക് ഈ AI ഈസിലി യൂസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഫുള്ളി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡംപാവും. കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്താൽ ഹ്യൂമൻ ബ്രെയിൻ ഡംപാവും, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സും ഈ പറഞ്ഞ പോലെ ഡിഫറൻഷ്യേറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, അതേപോലെ കോപ്പികൾ, അല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു ഏരിയയാണ്. ഒബ്വിയസ്ലി വി ഹാവ് ടു യൂസ് AI, ബട്ട് വി ഹാവ് ടു യൂസ് ഫസ്റ്റ് വി യൂസ് ടു ലൈക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ബ്രെയിൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് AI ജനറേറ്റ് ചെയ്യാം, MVP കോപ്പിയൊക്കെ AI ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷെ ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അതിൽ നമുക്ക് ഈ കോപ്പി റൈറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ കോണ്ടന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് തന്നത് ഏതാണ് നല്ലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നെവർ എവർ ഫുള്ളി ഡിപ്പെൻഡ് ഓൺ AI എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ലെസൺസിനെ കുറിച്ച് പഠിച്ചു. ഇനി പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതലും ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഈ പോഡ്കാസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ബെസ്റ്റസ്റ്റ് ഒരു നല്ലൊരു പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റർ ആവണം എന്നൊരാൾക്ക് ഫീൽ ചെയ്യാണ്. അയാൾക്ക് അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി യുവർ അഡ്വൈസ് ടു ദം? നല്ലൊരു പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, രാവിലെ 5 മണിക്ക് എണീക്കണം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വാട്ട് വിൽ ബി ദ ടോപ്പ് ക്വാളിറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഈ എൻ്റെ പോഡ്കാസ്റ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൺസൈസ് ആയിട്ട് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫെയിൽ ആവും എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യരുത്, നെവർ സ്റ്റോപ്പ്, എക്സ്പെരിമെൻറ്റ് എവറിത്തിങ്. ഇത് വർക്കാകുമ്പോൾ ഇത് വർക്കാവും, ഈ ഓഡിയൻസ് എ വർക്കാവും, ഓഡിയൻസ് ബി വർക്കാവും. ടെസ്റ്റ് എവറിത്തിങ്, എന്തൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ലേണിങ്സ് ഉണ്ടാക്കാന്നുള്ളതാണ്. പിന്നെ ഒരുപാട് യൂട്യൂബ് റിസോഴ്സസ് അല്ലെങ്കിൽ ഗൂഗിൾ റിസോഴ്സ് കിട്ടും. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അവിയൽ വരുവതിലാവരുത്. ഒരുപാട് റിസോഴ്സുകൾ, ഇതെല്ലാം തെറ്റ് എന്നുള്ളതല്ല, എല്ലാം ശരിയും എന്നുള്ളതല്ല. നമ്മളുടെ യുക്തിക്കനുസരിച്ച് ഈ പറഞ്ഞ എല്ലാം കൺസ്യൂം ചെയ്യണം. ഞാൻ കൺസ്യൂം ചെയ്യാറുണ്ട്. ബട്ട് ഈ പറഞ്ഞ സ്ട്രാറ്റജി എനിക്ക് ഇവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഇത് നോക്കിയിട്ട് ആ സ്ട്രാറ്റജി നമുക്ക് വേണ്ട രീതിയിൽ ട്യൂൺ ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഒരുപാട് നമുക്ക് ഇൻഫോർമേഷൻസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നെവർ എവർ ഫുള്ളി അതിനെ എടുക്കുകയും ചെയ്യരുത്, എന്നാൽ ഫുള്ളി അതിനെ ഒഴിവാക്കുകയും ചെയ്യരുത്.
അപ്സ്കില് ചെയ്യണം. ബട്ട് ആ അപ്സ്കില് ചെയ്ത സാധനം നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എങ്ങനെ നമുക്ക് സ്മൂത്ത്ലി ട്യൂൺ ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കേണ്ടത്. അപ്സ്കിൽ എപ്പോഴും ചെയ്യണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം കൊളാബറേഷൻസിൽ വർക്കൗട്ട് ചെയ്യുന്നുള്ള, ഒരിക്കലും സിംഗിൾ റണ്ണായിട്ട് നമ്മൾ പോകരുത്. ടീമായിട്ട് ഇപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റിന് അവന് സ്മൂത്ത്ലി വർക്ക് ചെയ്യണമെങ്കിൽ, നല്ല റിസൾട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവന് കോപ്പി റൈറ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഈ പറഞ്ഞ CROയിൽ വർക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. സോ ഒരു പെർഫോമൻസ് മാർക്കറ്റിന് ബേസിക്കലി ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു ആൻസർ. പെർഫോമൻസ് മാർക്കറ്റിന് CRO അറിയണം, കോപ്പി റൈറ്റിംഗ് ബേസ് അറിഞ്ഞിരിക്കണം, അതുപോലെ ഈ ഡാറ്റ അനലിറ്റിക്സ് ടൂളുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം, പിക്സൽ സെറ്റപ്പിങ് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമുക്ക് ഇവരായിട്ട് ടീം കൊളാബറേഷൻ ത്രൂവിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ലോങ് ജേർണി. സോ പിന്നെ നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞത്. അതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു സംഭവമാണ്, അത് ടീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ കരിയറിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ടീമാണ് ആക്ച്വലി എന്നെ അംസദ് ബഷീർ എന്ന് പറഞ്ഞൊരു മാർക്കറ്ററെ ബിൽഡ് ചെയ്തെടുത്തത്. ഒറ്റയ്ക്ക് പോകുന്നതും ഒരു ടീമായിട്ട് പോകുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട്. യു ക്യാൻ ലേൺ, എന്താ പറയുക, ലോണായിട്ടിരുന്ന് പഠിക്കാം, അതിലൊന്നും തെറ്റില്ല. ഒരു ഈഗോ ഒരിക്കലും ഒരു മാർക്കറ്ററിന് വരാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരാൾ എടാ നീ ഇങ്ങനെ ചെയ്തപ്പോൾ അഫ്താബ് തന്നെ ഉണ്ട് കൊണ്ട് പറയണം, എടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ആ സാധനം നീ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വേണമെന്ന് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഒരു ഈഗോസ്റ്റിക്കിലൂടെ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അഫ്താബ് എനിക്ക് എന്തെങ്കിലും അത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അഫ്താബ് എൻ്റെ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ആ ആംഗിളിൽ എടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞെന്ന കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഞാനും അങ്ങനെ പറയും. ഇപ്പോൾ നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി, നമ്മളൊരു കമ്പനിയുടെ ഓണറാണെന്ന് വിചാരിക്കുക, നമ്മളുടെ ഡിസൈനർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അയാളെടുത്തിട്ട് മോനെ അടിപൊളി പോസ്റ്ററാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാമെന്ന് ഒരിക്കലും പറയില്ല. ഇല്ലല്ലോ, പറയാൻ പാടില്ല. ക്രിട്ടിസൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈഗോയിസ്റ്റിക്കായിട്ട് എടുക്കാതെ വളരെ എന്താ പറയുക പോസിറ്റീവായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് അഗെയിൻ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മളെ തല്ലുവിടേണ്ടി. ഞാൻ എന്റെ അടുത്ത് ലേൺ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുമിച്ചാണ് ക്യാമ്പയിൻസ് ചെയ്യാറ്. ഇപ്പൊ ഗൂഗിൾ ആഡ്സ് ആണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ഹെൽപ്പ് എടുക്കാറുണ്ട്, SEO ഞാൻ നിന്റെ അടുത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് എടുക്കാറുണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ആ ഈഗോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ വീക്കിൽ SEOയും ഗൂഗിൾ ആഡ്സും യു ഹെൽപ്പ് മീ എ ലോട്ട്. എന്റെ ടീമിൽ അത് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരുവിധം എല്ലാ വർഷമൊക്കെ ഇപ്പോൾ ഇതിലോട്ട് കടന്ന പിന്നെ ഓൺടർപ്രണർഷിപ്പിലോട്ട് കടന്ന പിന്നെ ഒരുവിധം എല്ലാ ഇയറും ഡിസംബർ മാസത്തിൽ ഞാനൊരു ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് 1 വീക്ക് ഡിസംബറിൽ ഞാനൊരു സോളോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കുറേ സോളോ ട്രാവലേഴ്സിനെ പരിചയപ്പെട്ടു. അതിലൊരു ബിസിനസ് അനലിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആളെ പ്രീവിയസ്ലി അൺ അക്കാദമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അൺ അക്കാദമിയിൽ വർക്ക് ചെയ്ത ഒരാളെ പിന്നെ ഞാൻ വിടില്ലല്ലോ, ഞാൻ ആളായിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ ആൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഒഫൻസോയിൽ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് വിച്ച് ഈസ് വെരി റിലേറ്റഡ് ടു അൺ അക്കാദമി. ഓൺലൈൻ എന്താ പറയുക ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, റെക്കോർഡഡ് ക്ലാസ് ആണ് അതിൽ നമ്മൾ കൂടുതലും സെല് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ആളോട് സംസാരിച്ചപ്പോൾ ആൾ നിങ്ങൾ ഓഫർ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ ഓഫർ കൊടുക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ട് കൊടുക്കാറില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി പഴയ കേസ് സ്റ്റഡിയിൽ ഇപ്പോൾ ലൂയിസ് വിട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്, അവരൊരിക്കലും ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് ഒന്നും കൊടുക്കാറില്ല. ബിക്കോസ് ഓഫ് അവർ അതിനൊരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു ലക്ഷറി പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ലക്ഷറി പ്രൊഡക്ട്സ് മേടിക്കുന്ന ആ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിസ്കൗണ്ട് ഫ്രീ കണ്ടിട്ടല്ല മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സാധനം പറഞ്ഞപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൺലി അബൌട്ട് 399 എന്നുള്ള രീതിയിൽ, 3099 എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആവും എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ ഡിസ്കൗണ്ട് പിന്നെ ആൾ പറഞ്ഞത് ഈ ഡിസംബർ മാസം കഴിഞ്ഞിട്ട് ജനുവരി വരുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ആൾക്കാർ സ്വയം മാറണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ
അത് അവർ നല്ല രീതിയിൽ സ്വീകരിക്കും എന്നുള്ളത് പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞു ഇന്ന് ഇന്ത്യ ഫ്രീ ആയിട്ടുള്ളതും ഓഫറും എപ്പോഴും വർക്കൗട്ടാകും. അതിപ്പോൾ 1996-ലായാലും 2050-ലായാലും നിങ്ങളൊരു ഓഫർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കൗട്ടാകും. അതെനിക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ ആൾ പറഞ്ഞ കാര്യങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല, അത് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ലെസണിൽ നിന്ന് ഞാനൊരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്തിട്ട് ഏകദേശം 24 മണിക്കൂറിൽ ഞങ്ങൾ ജനറേറ്റ് ചെയ്തത് 1.4 മില്യൺ എന്താ പറയുക എമൗണ്ടാണ്, ഇന്ത്യൻ റുപ്പീസാണ്. സോ ജസ്റ്റ് ഒരു റാൻഡം ടോക്കിൽ നിന്ന് അയാളുടെ ഇൻപുട്ടിൽ നിന്ന് ഞാൻ ജനറേറ്റ് ചെയ്തത് 14 ലക്ഷം രൂപയാണ് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട്. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് സക്സസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വൈസുകൾ എടുക്കുക, ആവശ്യമില്ലാത്തത് ചവിട്ടി കൂടെ വിടുക, ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് മുഴുവനായിട്ട് അവഗണിക്കാതെ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ അവർ പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മിക്സപ്പ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സഫ്താബേ, ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തു ഒരുപാട് കാലമായി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ഇൻസ്റ്റഗ്രാമിലോട്ടൊക്കെ കുറേ ആൾക്കാർ വന്നു. അത് ഇപ്പോൾ US-ലും ടിക്ടോക്ക് ബാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റേഴ്സ് ഈ പ്ലാറ്റ്ഫോം ചേഞ്ച് ആക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ നാളെ വന്നിട്ട് നാളെ ഇൻസ്റ്റഗ്രാം ബാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ ക്രിയേറ്റേഴ്സിനെ അത് ബാധിക്കും. സോ വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ ഫോർ ദം? ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസേഴ്സും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് റെക്കമെൻഡേഷൻ വരിക. ഇപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്തു, ഒരുപാട് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ആളുകളുണ്ട് അവിടെ. ബട്ട് അവർക്ക് അത് ആ പ്ലാറ്റ്ഫോമിലാണുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ടിക്ടോക്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫോളോവേഴ്സിനെ എനിക്ക് എൻ്റെതാണെന്ന് പറയണമെങ്കിൽ എനിക്ക് അവരുടെ ഡാറ്റ വേണമെന്നുള്ളതാണ്. സോ ഒരു ക്രിയേറ്റർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ ആവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഡാറ്റ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് പാർട്ടി ഡാറ്റ എന്നാണ് പറയാം. ഇത് ബ്രാൻഡിനും നമുക്കത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം ഫസ്റ്റ് പാർട്ടി ഡാറ്റ. ബട്ട് ഇവിടെ ബേസിക്കലി അവർ ഓൺ കമ്മ്യൂണിറ്റി അവർ പാരലി ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്ക് അതർ ഇൻകം സോഴ്സുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാത്തടത്തോളം കാലം ഈ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പോകുന്നതെങ്കിൽ എന്തും ഭാവിയിൽ സംഭവിക്കാം. ഈ ഇൻസ്റ്റഗ്രാം അവർ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇൻസ്റ്റഗ്രാം ഇന്ത്യയിൽ ഒഴിവാക്കുമോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ഒഴിവാക്കുമോ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ എന്തും സംഭവിക്കാം. ഈ ടിക്ടോക്ക് ചിലപ്പോൾ വന്നേക്കാം, അപ്പോൾ പുതിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യും, അങ്ങോട്ട് വരും. ബട്ട് എപ്പോൾ വേണമെങ്കിലും ആ പ്ലാറ്റ്ഫോം വിഡ്രോവൽ ചെയ്യാം. അത് പ്രിക്വേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് പാർട്ടി ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറെ നമുക്ക് ഓൺ ചെയ്യാൻ, നമ്മുടെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഫാൻ ബേസിനെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാനുള്ളൊരു സജഷൻ എന്ന് പറയാം. ഓക്കെ, കരിയറിൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട്? പ്രൊഫഷണൽ നെറ്റ്വർക്കിന് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടിട്ട് എൻ്റെ ഓർമ്മ February 28-ന് 3 years ആയി. ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹായ് മെസ്സേജിലാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ് സൂക്ഷിച്ച് ആൾക്കാർ തെറ്റിദ്ധരിക്കും. നമ്മൾ ദുബായിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ദുബായിൽ നാസിന്റെ ഇവന്റിൽ പറ്റിട്ട് പോയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ആഫ്റ്റർ 6 months ഐ തിങ്ക്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഇരിക്കുന്നത് തന്നെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഹായിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തില്ല ഹംസാദിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സോ ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു മേജർ റീസൺ ഞങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക്. സോ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, അഫ്താബിനെ ഞാൻ ദുബായിൽ മാൾക്ക് ഓർമ്മയില്ല, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ അഫ്താബിനെ കാണുന്നത്. അതിനുശേഷം ഫുൾ ടൈം അഫ്താബിൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, എന്നെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു JBR ഒരുമിച്ച് അല്ലേ, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് JBR നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രൊഫഷണലി ഡിസ്കസ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ചിക്കൻ്റെ കയ്യിൽ മരുന്നുണ്ട്. അങ്ങനെ പിന്നെ അഫ്താബിനായിട്ട് പിന്നെ
പിന്നെ ഒന്ന് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു, ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരുമിച്ച് പാർട്ടി അറ്റൻഡ് ചെയ്യുന്നു. Then we have that vibe. So like നെറ്റ്വർക്കിങ്ങിന്റെ കേസിലോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കരിയറിൽ നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ചിലപ്പോൾ നമുക്ക് പല ആൾക്കാരുടെ അടുത്തും പോയി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന കംഫർട്ട് നോക്കണ്ട, എനിക്ക് അങ്ങോട്ട് കയറി സംസാരിക്കുക. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പ്രൊഫഷൻ നമ്മൾ കുറേ ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെയിൽ ചെയ്യാം, ലിങ്ക്ഡിനിൽ മെസ്സേജ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. സോ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണെന്നുള്ളതാണ്. ആസ്ക് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു കരിയർ ബിൽഡ് ചെയ്യണം, അത് നിങ്ങൾക്ക് കുറേ ഗൈഡൻസ് വേണം, മെൻറ്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിർബന്ധമായിട്ടും നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഭാഗമാവുക, അവിടുത്തെ എക്സ്പേർട്ടുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ താങ്ക് യു അഫ്താബ്, താങ്ക് യു ഫോർ യുവർ ടൈം. അടുത്തൊരു പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് അഫ്താബിനായിട്ട് തന്നെ പറ്റാച്ച ഒന്നുകൂടി ഇരിക്കാം.